നമുക്കിന്ന് എങ്ങനെയാണ് ഒരു ഗൂഗിൾ ഫോമിൽ ഒരു ക്വിസ് പ്രോഗ്രാം നടത്താം അല്ലെങ്കിൽ ഒരു എക്സാം മൾട്ടിപ്പിൾ ചോയ്സ് കൊടുത്തിട്ടുള്ള എക്സാം നടത്താം എന്ന് ചർച്ച ചെയ്യാം. ആദ്യമായി ഒരു ബ്രൗസർ തുറന്നിട്ട് അതിൽ docs.google.com എന്നടിക്കുക. ഗൂഗിൾ ഡോക്സ് എന്നർത്ഥം. google.com എന്നടിക്കുക ഡിഫാൾട്ടായിട്ട്. അപ്പോൾ ഈ പേജിലേക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. നമ്മൾ ഓൾറെഡി ഒരു ഇമെയിലും തുറന്നു വെച്ച സൈറ്റുണ്ടെങ്കിൽ തുറന്നു വെച്ച ഒരു ഇമെയിൽ അതിലുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്ത ഇമെയിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താവും ഞാൻ ഇമെയിൽ ചോദിക്കും. അപ്പോൾ ഇമെയിലിലൂടെ കയറേണ്ടി വരും. ഏതായാലും തുറന്നു വന്നതിന് ശേഷം ഈ പേജിൽ നിന്ന് ഈ ഫോംസ് വഴി ഈ പേജിലെത്താം. ഉടനെ നമുക്ക് കാണാം സ്റ്റാർട്ട് എ ന്യൂ ഫോം ബ്ലാങ്ക്. ഇപ്പോൾ പുതിയൊരു ഫോം തുടങ്ങണം. ഫോം എന്നാണ് നമ്മളിതിന് പ്രയോഗിക്കുന്ന ടേം ഗൂഗിൾ ഫോം. അത് തുറന്നതിന് ശേഷം ഇനി നമുക്ക് ഇവിടെ ക്വിസ് നടത്തണമെങ്കിൽ ക്വിസ് ഫോർ ഇവിടെ ഹെഡിങ് കൊടുക്കുന്ന ഓപ്ഷനാണ്. ക്വിസ് ഫോർ എന്തെങ്കിലും നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് കൊടുക്കാം. അതേപോലെ ഫോം ഡിസ്ക്രിപ്ഷൻ ഞാൻ സബ് ഡിസ്ക്രിപ്ഷനായിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതവിടെ കൊടുക്കാവുന്നതാണ്. ശേഷം ആദ്യമായി ഒരു ക്വിസ് നടത്തുമ്പോൾ പരീക്ഷ നടത്തുമ്പോൾ ഫസ്റ്റ് നമ്മൾ കുട്ടിയുടെ പേരും ഡീറ്റെയിൽസും വേണ്ടി വരുമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഇത് ക്വസ്റ്റ്യൻ കൊടുക്കാനുള്ള ഓപ്ഷനാണിത്. ഫസ്റ്റ് കൊടുക്കേണ്ട ഓപ്ഷൻ ഏതാണ് നെയിം തന്നെയാണ്. പേരെന്താണെന്നാണ് ചോദിക്കേണ്ടത്. പേര് ചോദിക്കുമ്പോൾ പേരിൻ്റെ ആൻസർ ഇത് ആൻസറിൻ്റെ ഓപ്ഷൻസാണ് ഇത്. അപ്പോൾ ഇത് ആൻസറിൻ്റെ ഓപ്ഷൻസിൽ ഷോർട്ട് ആൻസർ പാരഗ്രാഫ് മൾട്ടിപ്പിൾ ചോയ്സ് ചെക്ക് ബോക്സ് ഡ്രോപ്പ് ഡൗൺ പല ഓപ്ഷൻസും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പേരാകുമ്പോൾ ഷോർട്ട് ആൻസർ ഓപ്ഷനാണ് വേണ്ടത്. ഷോർട്ട് ആൻസറാണ് വേണ്ടത്. അപ്പോൾ ഷോർട്ട് ആൻസറിനുള്ള ഓപ്ഷൻ കൊടുത്തു. പിന്നെ ഇവിടെ റിക്കേർഡ് എന്ന് കൊടുക്കണം. കാരണം പേര് കൊടുക്കുന്ന നിർബന്ധമാണ്. കാരണം നാളെ ആരുടെയാണെന്ന് നമുക്ക് തിരിയുമല്ലോ. അപ്പോൾ പിന്നെ റെസ്പോൺസ് വാലിഡേഷൻ പിന്നീട് പറയാം. അപ്പോൾ ആദ്യം നെയിം കൊടുത്തു. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നമ്പർ ക്ലാസ് നമ്പർ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ. അതിന് നമ്മൾ വീണ്ടും ഇവിടെ പോയിട്ട് ആഡ് ക്വസ്റ്റ്യൻ കൊടുക്കും. അപ്പോൾ ആഡ് ക്വസ്റ്റ്യൻ കൊടുത്തു. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുക്കണം ക്ലാസ് നമ്പർ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്താവാം. അപ്പോൾ ക്ലാസ്സിലും ഷോർട്ട് ആൻസർ ഇവിടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ വിശദീകരിക്കണം. ഷോർട്ട് ആൻസറാണ്. ഓക്കെ ഷോർട്ട് ആൻസർ എന്ന് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത് ഇമേജ് കൊടുക്കാനുള്ള ഓപ്ഷൻസാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കത് ആവശ്യമില്ല. അപ്പോൾ ഷോർട്ട് ആൻസർ കൊടുത്തു. ഷോർട്ട് ആൻസർ ഇപ്പോൾ ക്ലാസ് നമ്പർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിഫാൾട്ട് ഇവിടെ സെറ്റിങ്സ് വന്നിട്ടുണ്ട്. റെസ്പോൺസ് വാലിഡേഷൻ ഹാസ് ബീൻ ആഡഡ്. വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുക്കും. ഇവിടെ റിക്കേഡ് നമ്മൾ കൊടുക്കും. നേരത്തെ പറഞ്ഞ പേരിൽ നമ്പർ കൊടുക്കുന്ന നിർബന്ധമാണല്ലോ. റിക്കേഡ് ഇവിടെ ഓണാക്കി കൊടുക്കുക. പിന്നെ എന്തെങ്കിലും നമ്പർ കൊടുക്കുന്ന ഈ റിക്കേഡ് ഓണാക്കി കൊടുത്താൽ ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാൻ കഴിയുള്ളൂ. കാരണം ക്ലാസ് നമ്പർ കൊടുക്കാതെ അടുത്തതിലേക്ക് പോകാനുള്ള ഓപ്ഷൻ വരില്ല. ഓക്കെ അപ്പോൾ ഇവിടെ റിക്കേഡ്. ഇനി ഇവിടെ ഇതിനുള്ള ഡിസ്ക്രിപ്ഷൻ റെസ്പോൺസ് വാലിഡേഷൻ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെന്തെങ്കിലും വിശദീകരണം കൊടുക്കാനുള്ള ഓപ്ഷനാണ്. റെസ്പോൺസ് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ റെസ്പോൺസ് നമ്മൾ ഇവിടെ ഉത്തരത്തിന് എന്തെങ്കിലും നിയമം കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്ലാസ് നമ്പർ എന്ന് ഡിഫാൾട്ട് മനസ്സിലാക്കി എടുത്തിട്ട് ക്ലാസ് നമ്പറാണിത്. അപ്പോൾ ഇവിടെ ഡിഫാൾട്ട് ഓട്ടോമാറ്റിക്കലി നമ്പർ എന്ന് വന്നിട്ടുണ്ട്. അഥവാ ഇവിടെ നമ്പർ തന്നെ അടിക്കണോ വേണ്ടെന്നുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് കൊടുക്കാം. ടെക്സ്റ്റിന് കൂടെ ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും. നമ്പർ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ ലെങ്ത്ത് റെഗുലർ ഇതൊക്കെ ഓരോന്ന് കൊടുക്കുന്നതനുസരിച്ച് നമ്പർ എന്ന് കൊടുത്തു. ഡേറ്റ് എഴുതാന്നുള്ള കണ്ടീഷൻ കൊടുത്താൽ ഇന്ന നമ്പറിന് മുകളിൽ മാത്രം ഇന്നും അങ്ങനെ താഴെ മാത്രമുള്ള കണ്ടീഷൻ കൊടുക്കാൻ പറ്റും. ഏതായാലും ആ നമ്പർ അല്ലാതെ വേറെ എന്തെങ്കിലും അടിച്ചാൽ ഇവിടെ മെസ്സേജ് കസ്റ്റമർ ടെക്സ്റ്റ് ടൈപ്പ് യുവർ ക്ലാസ് നമ്പർ. അപ്പോൾ എന്താ വരേണ്ടത്? ടൈപ്പ് ഒള്ളി നമ്പർ എന്നോ എന്താണോ നമ്മളിവിടെ കൊടുക്കുന്ന മെസ്സേജ് അത് അവിടെ വരും. ഇതല്ലാതെ വേറെ നമ്പർ വേറെ എന്തെങ്കിലും അടിക്കുന്ന സമയത്ത്. ഓക്കെ അപ്പോൾ അത് നമ്മൾ കൊടുത്തു. അപ്പോൾ തുടക്കത്തിൽ നെയിമും അതുപോലെ ക്ലാസ് നമ്പറും കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ക്വിസിലേക്ക് കടക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ക്വിസായി മാറണം. അപ്പോൾ ഞാൻ അടുത്ത ഓപ്ഷൻ കൊടുക്കേണ്ടത് ആഡ് സെക്ഷനാണ്. ഇവിടെ ഒരു സെക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് സെക്ഷൻ 1 നമ്മൾ ക്വിസ് ഫോർ ഇവിടെ കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ പേരൊന്നും കൊടുക്കുക. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഡീറ്റെയിൽസിനോ എന്തെങ്കിലും ഇവിടെ വേണ്ട രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെയും അൺടൈറ്റിൽഡ് സെക്ഷൻ വന്നു. സെക്ഷൻ 2 അതായത് സെക്ഷൻ ഫസ്റ്റ് വന്നതിന് ശേഷം സെക്ഷൻ 2ലേക്ക് കടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ റെസ്പോൺസ് ഇവിടെ ഇത് എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ഫോമിൽ കാണാമെന്നുള്ള ഓപ്ഷൻ ഇവിടെ നോക്കിയാൽ കിട്ടും. പ്രിവ്യൂ ഈ പേജ് എങ്ങനെ ഗൂഗിൾ ഫോമിൽ കാണുന്ന ഇവിടെ പ്രിവ്യൂ നോക്കിയാൽ കിട്ടും. ഓക്കെ നമുക്ക് ഇപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോകും. ഇനി ആഫ്റ്റർ സെക്ഷൻ 1 ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. ആഫ്റ്റർ സെക്ഷൻ 1 കണ്ടിന്യൂ ടു നെക്സ്റ്റ് സെക്ഷൻ. അതല്ല സെക്ഷൻ വന്നതിന് ശേഷം നേരെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകുക വേണ്ടതല്ല സെക്ഷൻ വേറെ ഏതെങ്കിലും പേജിലേക്ക് പോകണമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സബ്മിറ്റ് ഫോം സബ്മിറ്റ് ചെയ്യണമെന്ന ഓപ്ഷൻ ഉണ്ട്. ഏതായാലും ഇവിടെ സെക്കൻഡ് സെക്ഷൻ കൊടുക്കുന്നില്ല. നമ്മൾ ഫസ്റ്റ് ചോദ്യം കൊടുക്കുകയാണ്. ഇവിടെ ഒന്നല്ല. അപ്പോൾ നമ്മൾ
സെക്ഷൻ 2 ക്വസ്റ്റ്യൻസ് ഏരിയ എന്തെങ്കിലും ഒന്നും കൊടുക്കാമല്ലോ, അവിടെ ടെക്സ്റ്റ് തൽക്കാലം എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കുക. ഏതായാലും സെക്ഷൻ 2 എത്തി. ഇനി സെക്ഷൻ 2 നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ആഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് കൊടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഓൾറെഡി ക്വസ്റ്റ്യൻ തയ്യാറാക്കി വെച്ചത് ഉണ്ടായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ വേർഡിൽ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഇസ് ദ ഏതായാലും ഈ ക്വസ്റ്റ്യൻ അവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. കോപ്പി. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി ഇത് മൾട്ടിപ്പിൾ ചോയ്സാണ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. നമുക്ക് കുറേ ആൻസർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ ചെയ്യുക, അതിൻ്റെ ചോയ്സും ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ചോയ്സ് 3 ഇതേ മോഡലിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ അതേ മോഡലിൽ സാധാരണ വരാറുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഓപ്ഷൻ നമ്മുടെ Ctrl+V പേസ്റ്റ് ചെയ്തു. അപ്പോൾ 3 ABC എന്നുള്ള ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സിന് കൊടുക്കുമ്പോൾ ആ ഓപ്ഷൻ വരുള്ളൂ. അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഒറ്റ ലൈൻ ഉണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സിന് കൊടുത്തതുകൊണ്ടാണ് ഇതിവിടെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ക്വിസാണല്ലോ. അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ വിട്ടുപോയ സംഭവം നമ്മൾ എന്താണ് ഇത് ക്വിസായിട്ട് ആക്ടിവേറ്റ് ചെയ്യണം ആദ്യം തന്നെ. അതെങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളെ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ക്വിസസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് മേക്ക് ദിസ് എ ക്വിസ് എന്നാക്കണം. മേക്ക് ദിസ് എ ക്വിസ്. പിന്നെ ഇവിടെ വിശദീകരിക്കുന്ന ക്വിസ് ഓപ്ഷൻസ് റിലീസ് മാർക്ക്. ഓരോ കുട്ടിയും ഇതിൽ എൻ്റർ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ മാർക്ക് കാണണോ വേണ്ടെന്നുള്ള ഓപ്ഷൻ. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എച്ച് സബ്മിഷൻ എന്ന് കൊടുക്കാം. ലേറ്റർ ആഫ്റ്റർ റിവ്യൂ എല്ലാം കഴിഞ്ഞിട്ടെന്ന് കൊടുക്കാം. പിന്നെ കുട്ടിക്ക് റെസ്പോണ്ടൻറ്റ് ക്യാൻ സി റെസ്പോണ്ടൻ്റ് ആവശ്യമുണ്ടോ, മിസ്ഡ് ക്വസ്റ്റ്യൻസ് കാണേണ്ട ആവശ്യമുണ്ടോ, കറക്റ്റ് ആൻസേഴ്സ് കാണേണ്ട ആവശ്യമുണ്ടോ, പോയിന്റ് വാല്യൂസ് കാണേണ്ട ആവശ്യമുണ്ടോ. അപ്പോൾ നമ്മളൊക്കെ തൽക്കാലം നമ്മളൊക്കെ വേണ്ടെന്നാണ് കൊടുക്കുന്നത്. സേവ് ചെയ്യുക. അപ്പോൾ ക്വിസായി സേവ് ചെയ്തു. അപ്പോൾ ഈ ഓപ്ഷൻ ക്വിസാണ്. അപ്പോൾ ക്വിസായി ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ആൻസർ കീ ചോദിക്കും. ഇതിനു വേണ്ടി നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് ക്വിസാണ് 3 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തതിന് ശേഷം ഇതിന് ആൻസർ എന്നാൽ നമുക്ക് ഇതിന് പറഞ്ഞു കൊടുക്കാം. ഇതിന് ഇത് ഓട്ടോമാറ്റിക് വാല്യൂഷൻ നടത്തുമല്ലോ അതിന് വേണ്ടി. അപ്പോൾ ആൻസർ കീ എന്നുള്ള ഓപ്ഷൻ ഇവിടെ വരും. അതുപോലെ ആൻസർ കീ കൊടുക്കുകയാണ്. ഇതിൽ ഏതാണ് ആൻസർ. അപ്പോൾ ഇവിടെ പോയിന്റ് ചോദിക്കുന്നത് 1 മാർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഡിഫോൾട്ടായി 1 മാർക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ 0 സെറ്റ് ചെയ്തിട്ട് നമുക്ക് തിരുത്താം. നമ്മൾ തൽക്കാലം ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഇത് ടിക്ക് ചെയ്തു, ഡൺ എന്ന് കൊടുത്തു. അപ്പോൾ എന്താവും, ഡിഫോൾട്ടായി ഇതിൻ്റെ ആൻസർ അതാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് വാല്യുവേഷൻ അനുസരിച്ച് വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഇവിടെയും റിക്വയർന്ന് കൊടുക്കണം. റിക്വയർന്ന് കൊടുക്കണം, കാരണം ഉത്തരം എഴുതുന്ന നിർബന്ധമാണല്ലോ. അടുത്ത ഓപ്ഷൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഓപ്ഷൻ ഷഫിൾ ഓപ്ഷൻ ഓർഡർ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഷഫിൾ ഓപ്ഷൻ ഓർഡർ. എന്നാൽ ഇതിനുള്ള ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓർഡർ ABC എന്നുള്ള ക്രമം ഓരോ വിദ്യാർത്ഥിക്ക് വ്യത്യസ്ത ക്രമത്തിലായിട്ട് വരും. അപ്പോൾ നല്ലൊരു ഉപകാര സംഭവമാണല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഷഫിൾ ഓപ്ഷൻ ഓർഡർ എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഇവിടെ ഓക്കെ ആഡ് ക്വസ്റ്റ്യൻ കൊടുക്കുക. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് തന്നെ ഡിഫോൾട്ടായി വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആക്കി മാറ്റിയതിന് ശേഷം നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാവുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കണം എന്നില്ല കേട്ടോ. അതും നമുക്ക് ഡിഫോൾട്ട് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഓപ്ഷൻ നമ്മൾ നിന്ന് കോപ്പി ചെയ്യുന്നു. ABC ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, തൽക്കാലം സൗകര്യത്തിന് വേണ്ടി ഇവിടെ ഉള്ളത് അങ്ങനെ ആയതുകൊണ്ട് ABC കൂടി ഒപ്പം വരുന്നുണ്ട്. Ctrl+V. അപ്പോൾ 3 ഓപ്ഷൻസ് വന്നു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ ആൻസർ കീ ചോദിക്കുന്നു. ആൻസർ കീ ഇവിടെ നമ്മൾ ഡിഫോൾട്ടായി 1 കൊടുക്കാം. മാർക്ക് എത്ര പോകേണ്ടത് വേണ്ടത്, എത്ര മാർക്ക്, ചിലതിന് 5 മാർക്ക്, അല്ലെങ്കിൽ 2 മാർക്ക്, അല്ലെങ്കിൽ 3 മാർക്കാണെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് മാറ്റി കൊടുക്കാം. തൽക്കാലം എന്താണ് നമ്മൾ ആൻസറാക്കി പരിഗണിക്കുകയാണ്. ഏതായാലും 2 കൊടുത്തു. ഇത് റിക്വയർന്ന് കൊടുക്കണം. അതേപോലെ ഇവിടെ വീണ്ടും ഇതിന് ഷഫിൾ ഓപ്ഷൻ ഓർഡർ കൊടുക്കണം ഓരോന്നിനും. നമ്മൾ 3 ക്വസ്റ്റ്യൻ മാത്രമേ ഇതിൽ ഒതുക്കുന്നുള്ളൂ. അടുത്ത ചോദ്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് നീങ്ങാം. അടുത്ത ചോദ്യം ഇങ്ങനെ നമ്മൾ കൊടുക്കാം. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓപ്ഷൻ നമ്മൾ അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആൻസർ കീ എന്താണ് എന്തിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. 1 എത്തിയിട്ടുള്ളൂ അല്ലേ. ഏതായാലും മാർക്ക് 0 എന്നുള്ളത് തൽക്കാലം 3 മാർക്കായി സെറ്റ് ചെയ്യുന്നു. ഡൺ. പിന്നെ അത് റിക്വയർന്ന് കൊടുക്കുന്നു. അതേപോലെ ഇവിടെ ഷഫിൾ ഓപ്ഷൻ ഓർഡർ.
അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ നമ്മുടെ ക്വിസ് തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ചേർക്കാം. ഇനി ഡിഫാൾട്ടായിട്ട് നമുക്ക് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് നീങ്ങാം. പിന്നെ ഇതിലുള്ള ഓരോ ഓപ്ഷന് ഓരോന്ന് മനസ്സിലായി സെലക്ട് ചെയ്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്ത് ഇവിടെ ഇത് കോപ്പി ഡ്യൂപ്ലിക്കേറ്റ്, ഇതിൻ്റെ ഒരു കോപ്പി കൂടെ ഉണ്ടാവാനുള്ള ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാനുള്ള ഓപ്ഷനാണ്, ഇതിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ്, പിന്നെ ഈ ഡാറ്റ വാലിഡേഷൻ, ഇവിടെ ഉണ്ടാകുന്ന വാലിഡേഷൻ, ഈ മൾട്ടിപ്പിൾ ചോയ്സിനനുസരിച്ച് ഇവിടെ എന്ത് വരുന്നു അതിനനുസരിച്ച് അവിടെയുള്ള സെറ്റിങ്സ് മാറും. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഈ ക്വസ്റ്റ്യൻസ് ആയി കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻസിന് ഗൂഗിൾ ഫോമിൽ എങ്ങനെ കാണാം എന്നുള്ള രീതിയിൽ നോക്കണമെങ്കിൽ നമ്മൾ ഈ പ്രിവ്യൂ നോക്കിയാൽ ഈ കാണാവുന്നതാണ്. ഇപ്പോൾ ഇതുവരെ കിസ് 4 എന്ന് വന്നു, ഇമെയിൽ അഡ്രസ്സ് വന്നു. ഇമെയിൽ അഡ്രസ്സ് ഡിഫോൾട്ടായി വേണ്ടി വരും, കാരണം നമ്മൾ റെസ്പോൺസ് ഒന്നായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ തൽക്കാലം ഇങ്ങനെ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം, നമ്മൾ നെയിമും കൊടുക്കണം, നമ്മൾ ക്ലാസ് നമ്മൾ കൊടുത്ത് നെക്സ്റ്റ് അടിച്ചാൽ അടുത്ത പേജിലേക്ക് നീങ്ങും. ഓക്കെ. അത് നമ്മളെ ഇപ്പോൾ ഇതിൻ്റെ ഒരു രൂപം. അപ്പോൾ ഇനി നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ റെസ്പോൺസ് സെറ്റിങ്സിൽ പോയിട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറയുന്നത് ക്വിസിൽ മേക്ക് ദിസ് ക്വിസ് ആക്കണം. അതേപോലെ ജനറലിൽ കളക്ട് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. റെസ്പോൺസ് ഇവിടെ റിക്വസ്റ്റ് ലിമിറ്റ് ടു 1 റെസ്പോൺസ് എന്നാക്കണം. എന്നാൽ ഒരാൾക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് ഇമെയിൽ അവിടെ സേവ് ആവും ചെയ്യും. പിന്നെ റെസ്പോൺസ് എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ് സി സമ്മറി ചാർട്ട്സ് ആൻഡ് ടെക്സ്റ്റസ്, ഇതൊന്നും ടിക്ക് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ടിക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്താവും നേരെ സബ്മിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ പ്രസൻറ്റേഷനിൽ ഓപ്ഷൻ ഷോ പ്രോഗ്രസ് ബാർ ഷഫിൾ ഇതൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് പറ്റും. പിന്നെ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ്, കൺഫർമേഷൻ മെസ്സേജ് എല്ലാം കഴിഞ്ഞിട്ട് എന്ത് മെസ്സേജാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്നതിനനുസരിച്ച് അത് വരും. അതുപോലെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ജനറൽ പ്രസൻറ്റേഷനിലെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ഷഫിൾ ക്വസ്റ്റ്യൻ ഓർഡർ എന്നുള്ളത്. ഷഫിൾ ക്വസ്റ്റ്യൻ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 30 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 30 ക്വസ്റ്റ്യൻ്റെ ക്രമം വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഓരോ വിദ്യാർത്ഥിക്കും വ്യത്യസ്ത ഓർഡറിലായിരിക്കും കിട്ടുക. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെ വ്യത്യസ്ത വിധത്തിൽ ക്വസ്റ്റ്യൻ ഓർഡർ ഷിഫ്റ്റ് അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഷഫിൾ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യാനാണ് ഈ പ്രസൻറ്റേഷനിൽ ഷഫിൾ ടിക്ക് ചെയ്യേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്, ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടത് സേവ് ചെയ്യുക. ക്വിസസിൽ ശ്രദ്ധിക്കണം മേക്ക് ദിസ് ക്വിസ്. ഇനി ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കറക്റ്റ് ആൻസർ പോയിന്റ് വാല്യൂസ്. ഓക്കെ. ഇത് സേവ് ചെയ്തേക്കുക. ഇതൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് തന്നെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഡിഫാൾട്ടായിട്ട് ഇതിൽ വേറെ എന്ത് ഓപ്ഷൻ ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമുക്ക് മേക്ക് എ കോപ്പി മൂവ് ടു ബിൻ പ്രിൻറ്റ് ആഡ് കൊളാബറേഷൻ സ്ക്രിപ്റ്റ് എഡിറ്റ് ആഡ് പ്രിഫറൻസ്. ഈ പ്രിഫറൻസ് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്ത് ഡിഫാൾട്ട് ക്വിസ് പോയിന്റ് വാല്യൂ 0 നേരത്തെ പറഞ്ഞല്ലോ. നേരത്തെ എല്ലായിടത്തും നമ്മൾ 0 എന്നുള്ള 1 ആക്കി മാറ്റി കൊടുത്ത് 2 ആക്കി മാറ്റി കൊടുത്തു. എല്ലായിടത്തും ഒരു മാർക്കാണെങ്കിൽ നമുക്ക് ഡിഫാൾട്ട് ക്വിസ് പോയിന്റ് വാല്യൂ ആദ്യം നമ്മുടെ 1 സെറ്റ് ചെയ്താൽ എപ്പോഴും ഡിഫാൾട്ടായിട്ട് 1 വരും. അപ്പോൾ ഓരോ സമയത്തും ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ എല്ലാ ക്വസ്റ്റ്യനും റിക്വയർഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് ചെയ്താൽ എപ്പോഴും ഓൾറെഡി റിക്വയർഡായി മാറും. പിന്നെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യണമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇങ്ങനെ ചെയ്താൽ ചുരുക്കി പറഞ്ഞാൽ ഈ വർക്ക് ചെയ്യുന്നതോടെ കൂടെ നമുക്ക് മാർക്ക്, ഇനി ഇതിൻ്റെ മാർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് കൃത്യമായി ഇതിൽ സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മാർക്ക് ലഭിക്കും. അതെങ്ങനെ കിട്ടാൻ നമുക്ക് നോക്കാം. റെസ്പോൺസിലേക്ക് നീങ്ങാം. ഈ റെസ്പോൺസിലാണ് നമ്മുടെ ആൻസർ വരിക. ആക്സെപ്റ്റിംഗ് റെസ്പോൺസസ് ഈ സാധനം ഈ ടാബ് ഓണാക്കിയാൽ റെസ്പോൺസ് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലിങ്ക് ആക്ടിവേറ്റ് ആക്കി കൊടുക്കുന്നർത്ഥം. അപ്പം നിശ്ചയ സമയത്തിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്നിട്ട് ഇവിടെ എന്തായാലും ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ലിങ്ക് ക്ലോസ് ആയി പിന്നെ ലിങ്കിലേക്ക് ആർക്കും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റെസ്പോൺസ് 0 ആണ്, ഒരേ റെസ്പോൺസും വന്നിട്ടില്ല. പിന്നെ ഇതിൽ ഗെറ്റ് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ആക്കി കൊടുത്താൽ ഓരോ റെസ്പോൺസിനും നമ്മൾ മെയിലിൽ എന്താവും നോട്ടിഫിക്കേഷൻ വരും. സെലക്ട് റെസ്പോൺസ് ഡെസ്റ്റിനേഷൻ, ഏത് സ്ഥലത്തേക്കാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷനാണ്. ഡിലീറ്റ് ഓൾ റെസ്പോൺസ് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ. ഓക്കെ. ഇനി നമുക്ക് ഗൂഗിൾ ഷീറ്റിലേക്ക് പോവാം. ആദ്യം ഇതിൽ എന്തെങ്കിലും പൂരിപ്പിച്ചാലേ ഗൂഗിൾ ഷീറ്റിലേക്ക് എത്തുള്ളൂ. ഏതായാലും ഗൂഗിൾ ക്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ്. നമ്മളിതിന് ആൻസറും ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ടൈം സ്റ്റാമ്പ് എപ്പോഴാണ് ഈ സമയം ഈ ഫോം ഇതിലേക്ക് സബ്മിറ്റ് ചെയ്ത ടൈം ഇവിടെ കൃത്യമായി കാണിക്കും. ഡേറ്റും ടൈമും സെക്കൻഡും മൈക്രോ സെക്കൻഡ് കിടക്കാം. ഏത് ഇമെയിലിൽ നിന്നാണ് വന്നത് ഇവിടെ ഉണ്ടാവും. സ്കോർ ടോട്ടൽ മാർക്ക് ഇവിടെ ഉണ്ടാവും. നെയിം നേരത്തെ കൊടുത്ത നെയിം ഇവിടെ ഉണ്ടാവും. ക്ലാസ് നമ്പർ ഇവിടെ ഉണ്ടാവും. ബാക്കി ചോദ്യം 1 ഉത്തരം എന്ത് ചെയ്തു അങ്ങനെ അവിടെ കൃത്യമായിട്ടുണ്ടാകും. പരീക്ഷ കഴിയുന്നതോട് കൂടെ ക്വിസ് കഴിയുന്നതോട് കൂടെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കൃത്യമായി ലഭിക്കും. ഇതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു ക്വിസ് തയ്യാറാക്കാനുള്ള. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം നമുക്ക്. അതെങ്ങനെ ചെയ്യാം? സെൻഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സെൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്.
ഈ സെൻഡ് ഓപ്ഷനിൽ പല ഓപ്ഷൻ ഇവിടെ എന്താ സെൻഡ് വയ ഇമെയിൽ അല്ലെങ്കിൽ ഇവിടെ ലിങ്ക്. ഈ ലിങ്ക് കോപ്പി ചെയ്താൽ ഈ ലിങ്ക് കോപ്പി ചെയ്യുക എന്നിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് URL എന്നാൽ ഈ ലിങ്ക് കുറച്ചും ചെറുതാക്കാൻ പറ്റും. എന്നിട്ട് കോപ്പി ചെയ്യുക, എന്നിട്ട് പേസ്റ്റ് ചെയ്ത് നമ്മൾ ഏത് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്താൽ അത് എവിടേക്ക് എത്തുന്നതാണ്. വ്യത്യസ്ത ഓപ്ഷൻസ് ഉണ്ട്. HTML ആയിട്ട് ഇങ്ങനെ ഇനി മെയിൽ വഴി അയക്കാൻ ഈ ഏതായാലും ഈ വഴിയിലൂടെയാണ് എന്ത് പിന്നെ ഈ വഴിയിലൂടെ നമ്മൾ ഇതിനെ ലിങ്ക് അയക്കുക. ഓക്കെ, എല്ലാവർക്കും ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.